ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മീൻ വറുത്തതാണോ എന്ന് ചോദിച്ചാൽ കൊച്ചേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്നത്തിന് പിന്നെ കാണിക്കുന്നത് ചോദിക്കരുത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ലാഹോറി ഫിഷ് ഫ്രൈ ആ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുക എന്നതാ എന്നല്ലേ ഇപ്പോൾ ചോദിക്കാൻ വന്നേ. അതെ, ലാഹോറി ഫിഷ് ഫ്രൈ. അത് എളുപ്പമുള്ളൊരു കാര്യമാണ്. ഈ പേര് പോലെ വല്ല ഇനി എന്നതേലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ആലോചിച്ച് ടെൻഷൻ പിടിക്കണ്ട. അങ്ങനെ ഒന്നും മേടിക്കണ്ട. ഈ ആനി ഉള്ളപ്പോൾ എന്നാന്നോ നമ്മുടെ അടുക്കളയിലുള്ള കാര്യം വെച്ചേച്ചും മാത്രമേ ഞാൻ നമ്മുടെ അടുക്കളയിൽ എൻ്റെ ഈ അടുക്കളയിലും ഞാൻ ഉണ്ടാക്കത്തുള്ളൂ. അത് ഗ്യാരൻറ്റീഡാണ്. അപ്പോൾ ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മീനിപ്പം ആഗോലി ആണേലും നെമ്മീനാന്നേലും പിന്നെ എന്നാ ചെറിയ മീനുകളാന്നേലും എന്നാ ആണേലും ഇതിൽ ചെയ്യാവുന്ന വെക്കുന്നുള്ളൂ. പിന്നെ ഈ നത്തോലിയൊക്കെ ആന്നേലും ഈ നത്തോലിയും മത്തി ചാള എന്നൊക്കെ പറയുന്ന കുഞ്ഞു മീനുകളില്ലേ, അതെല്ലാം ആന്നേലും ഒരു ഇച്ചിരി എന്നാ പറയുക പ്രയാസമാണോ എന്ന് ചോദിച്ചാൽ എന്നത്തിൻ്റെ പ്രയാസം, ഒന്നിനും പ്രയാസമൊന്നുമില്ലേ. നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേന് മാത്രം ഒരു ഇച്ചിരി ഇത് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും ചിലരെ. പക്ഷെ എന്നാൽ സ്വാദിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട, നല്ല ടേസ്റ്റാണ് ഈ കാര്യം. ഇതിന് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമ്മൾ ഇത് പഠിപ്പിക്കാൻ പോവല്ലേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നെമ്മീൻ മേടിച്ചത്. അപ്പോൾ ഇനി എന്നാ വേണ്ടിയെന്നുള്ളത് എഴുതിയെടുത്തു. ഇത് കുറച്ച് നമ്മൾ എത്ര കഷ്ണം ഉള്ളതെന്ന് വെച്ചാൽ അതിനുള്ള നെമ്മീൻ വട്ടത്തിൽ മുറിച്ച് മേടിക്കുക. കുറച്ച് മൈദ, ഇച്ചിരി ഉപ്പ്. ഇതെന്തുവാന്നറിയാവോ, നാരങ്ങാ നീര് പോലെ തോന്നും, പക്ഷെ അല്ല. ഇത് വെളുത്തുള്ളി വെള്ളവും കൂടെ ചേർത്തേച്ച ഒന്ന് അരച്ചെടുത്ത് വെച്ചേക്കുന്ന കുറച്ച് നാരങ്ങാ നീര്. ഇതില്ലേൽ വിനീഗർ ഉപയോഗിക്കാം. കുറച്ച് അയമോദകം. ഇത് ഇച്ചിരി മല്ലി പൊടിച്ചതാണ്. ഇത് കുറച്ച് ചതച്ച മുളക്. പിന്നെ വേണ്ടത് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇച്ചിരി ഗരം മസാല, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് കടലമാവ്. ഇത്രയും സാധനം നമുക്ക് വേണം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് ഈ മീനിനകത്തുണ്ടല്ലോ ഇച്ചിരി വെള്ളത്തിൻ്റെ മയം കാണുകയല്ലേ, അത് മാറ്റാനായിട്ട് ഫസ്റ്റ് എന്നാ ചെയ്യണമെന്നോ, മീൻ അങ്ങോട്ട് എടുത്തേച്ച് മൈദയിൽ കോട്ട് ചെയ്യാം. ഇത് ഫുൾ ഡസ്റ്റ് ചെയ്ത് ഇതിനകത്തോട്ട് അങ്ങ് വെക്കുക. ഇനി ഇതിന് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. സാധാരണഗതിയിൽ നമ്മൾ മീൻ വറുക്കുമ്പോഴത്തേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ അരച്ച് പരത്തല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇത് ഒത്തിരി സ്പൈസി അല്ല. ഇത് ഇച്ചിരി ഒരു എന്നാ പറയുക, സ്പൈസി ആക്കണമെങ്കിൽ ആക്കാം. എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്തേച്ചാൽ മതി. പക്ഷേ നമ്മൾ നാട്ടിൽ വറുക്കുന്ന മീൻ വറുത്തതിൻ്റെ ഒരു ടേസ്റ്റ് അല്ല ഇതിന് വരുന്നത്. ബജ്ജിയുടെ ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, എന്നാ ആണോ എന്ന് ചോദിച്ചാൽ ആന്നു. എന്നാൽ പിന്നെ എന്താ അറിയോ, ഇതൊരു വ്യത്യാസപ്പെട്ട ഒരു ഫിഷ് ഫ്രൈ ആയതുകൊണ്ട് ഞാൻ നമ്മുടെ പ്രേക്ഷകരെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചേച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ ഇത് മസ്റ്റായിട്ട് ഇത് വീട്ടിലുണ്ടാക്കണം എന്നൊന്നും പറയല്ല. കാര്യം എന്നാന്നോ, എല്ലാ പ്രാവശ്യവും നമ്മളെപ്പോഴും മീൻ വറുക്കുമ്പോഴത്തേക്ക് ചോറിൻ്റെ കൂടെ മീൻ വറുത്ത് കൊടുക്കുമ്പോൾ കുറ്റം ആരും പറയുകയല്ല, അത് സത്യമായിട്ടുള്ള നേരാണേ. പിന്നെ എന്നാന്നറിയോ, എന്നാൽ ഒരു ചായക്ക് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ എന്നാ കോഴിക്കട്ടയോ ഏത്തക്കാപ്പോ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ചായക്ക് എപ്പോഴും മേടിക്കുന്നത്. അന്നേരം ഇതൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, ഇത് എന്നൊന്നും ചായക്ക് കൊടുക്കാനൊക്കെ അല്ല, നല്ല വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഒക്കെ ഇത് കൊടുക്കാനൊക്കും. എന്നാൽ നമുക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നൊരിക്കലും നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കി പറയല്ലേ. നമുക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഓ ഇയാൾക്കൊന്നും അറിയാൻ മേലല്ലേ എന്ന് ചോദിക്കും. അതിലും ഭേദം നമുക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പമല്ലേ. അപ്പോൾ ഇനി ഇതിനൊരു ബാറ്റർ ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഇച്ചിരി ഉപ്പിട്ടോട്ടെ. ഇതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയുടെ വെള്ളമായത്. ഇതെന്നാന്നറിയോ, വെളുത്തുള്ളിയുടെ വെള്ളം എന്നത്തിനാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ കടലമാവ് ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് ഒരു വെള്ളത്ത് ടേസ്റ്റ്ലെസ് അല്ലേ. പക്ഷേ എന്നാൽ നമ്മളൊരു കറിയിൽ ഇച്ചിരി വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ ചുവ നല്ലോണം അറിയാം അല്ലേ. ഇച്ചിരി വെള്ളം പോലെ ആയിപ്പോയെന്നൊക്കെ പറയുകയല്ലേ എന്ന് പറഞ്ഞു കൂട്ടാ. അതുകൊണ്ട് ഇച്ചിരി ഇങ്ങനത്തെ കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കണ്ട. ഇനിയിപ്പോൾ ഇത് മെനക്കെടാൻ മേലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളി അരച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ 4 സ്പൂണ് വെളുത്തുള്ളിയുടെ വെള്ളം ചേർത്തു. വെളുത്തുള്ളി ചേർത്ത് അരച്ചേക്കുന്ന വെള്ളമായത്. പിന്നെ 1 സ്പൂൺ നാരങ്ങാ നീര്. അയമോദകമൊക്കെ ഒരു ഇച്ചിരി ചേർത്തേച്ചാൽ മതിയേ.
അതിൻ്റെ ചൊവ്വ ഇഷ്ടമാകുന്നതിൽ ചേർത്തോ കുഴപ്പമൊന്നുമില്ല. അതല്ല ബേസിക്കലി നമുക്ക് ആർക്കും അത്രയൊക്കെ മീനിനോട് ഇച്ചിരി അയമോദകം ചേർന്ന് പോകാന്ന് പറഞ്ഞാൽ വലിയ ആർക്കും അത്രയും പിടിക്കുകയില്ല. അതുകൊണ്ട് എന്നാ ചെയ്യണം, നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ രുചി കിട്ടിയേച്ചാൽ മതി. കുറച്ച് മല്ലി, ഒരു 3/4 ടീസ്പൂണോളം ഇടാം. ഇത് ഇച്ചിരി ഇട്ടോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. മീനിനകത്തൊരു ഇച്ചിരി ഉപ്പും എരിവും പുളിയും ഒക്കെ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതൊരു 2 സ്പൂൺ ക്രഷ്ഡ് ഇടുക, അല്ലാതെ ഒരു 2 സ്പൂൺ പൊടിച്ചതും ഇടുക. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഒത്തിരി ഇടുന്നതുകൊണ്ട് തോന്നും, പക്ഷേ അല്ല, നല്ല നിറവും കിട്ടും, എന്നാൽ നമ്മളെ ചതച്ച മുളകിൻ്റെ എരിവും കാണുമേ. ഗരം മസാല ഒക്കെ ഒരു 1/2 സ്പൂണോളം മതിയാവും. കാര്യം ഒത്തിരി ഇല്ലല്ലോ, അപ്പോൾ 6 കഷ്ണമല്ലേ ഇപ്പം ഞാൻ ഇടുന്നുള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത് നല്ലോണം ഒന്ന് പെരട്ടി ഇച്ചിരി അതൊന്ന് നമ്മുടെ മീനയിലൊന്ന് പെരട്ടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഉപ്പും പുളി എരിവും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് നല്ല സഹായിക്കുവേ. അതല്ല, ഇത് ഒത്തിരി സ്പൈസി അല്ല എന്ന് പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ മീനയിൽ പറ്റില് നമ്മളതിനാ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പും ചേർത്തിട്ടില്ല, കുരുമുളകും ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ മൈദയിൽ ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ എരിവ് എന്ന് പറയുന്നത് ഇതാണ്, മനസ്സിലായോ? അപ്പോൾ ഇച്ചിരിയും കൂടി നമ്മൾ ആ മീനയിൽ ഒരു ഇച്ചിരിയും കൂടി പെരട്ടി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. പെരട്ടി വെച്ചതിന് ശേഷം ഇതേപോലെ, അതായത് നമ്മുടെ മൈദയിൽ കോട്ട് ചെയ്ത് പിന്നെ ബാക്കി നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു മീനിനകത്ത് എരിവൊക്കെ കിട്ടും. അതല്ല അങ്ങനെ വേണ്ട, ഇതേപോലെ ഡിറ്റോ ഇതേപോലെ ചെയ്യാനാന്നേൽ ഇങ്ങനെ ചെയ്തേച്ചാൽ മതി. പക്ഷെ ഒരു സജഷൻ ഞാൻ പറയാം, ഈ മീനിനകത്ത് ഒരു നുള്ള ഉപ്പും കുരുമുളകും കൂടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എണ്ണ നല്ലതായിട്ട് വേണം, എണ്ണ ചൂടാവും. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കടലമാവ്, ഒരു 4 ടേബിൾ സ്പൂൺ അളവിനെടുത്തു. വെള്ളത്തിന് പകരം ഉള്ള വെളുത്തുള്ളി എല്ലാം കൂടെ ചേർക്കണം എന്നില്ല. ആനി പറഞ്ഞില്ലേ വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറയരുത്, കുറച്ച് വെള്ളവും വേണം. കഴിയുന്നതും നല്ല കട്ടിയുള്ള ബാറ്റർ ആയിരിക്കണം, അതായത് നമ്മുടെ മീനയിൽ പൊതിഞ്ഞിരിക്കണം, അതാ ചെയ്യണ്ടേ. എന്നിട്ട് ഇതിനകത്തോട്ട് ഇത് ഒത്തിരി ധൃതി കൂട്ടി ഒന്നും വറുത്തെടുത്തേക്കരുത്, കാര്യം ഇച്ചിരി കട്ടിയും കനമുള്ള മീനാണ്. അതായത് നമ്മൾ നെമ്മീൻ മേടിക്കുവാണേൽ ഇച്ചിരി കട്ടി കുറച്ച് മേടിക്കുവാണേൽ എന്നാ പറ്റുന്നറിയോ, ഭയങ്കര ക്രിസ്പി ബിസ്ക്കറ്റ് പോലെ ആയിപ്പോവും. പക്ഷെ നമുക്ക് എന്നാൽ ആ മീൻ വറുത്തതിൻ്റെ ഒരു ടേസ്റ്റ് വരണം, അതുകൊണ്ട് ഇച്ചിരി കട്ടിക്ക് മുറിച്ചേക്കുക. ആവോലി ആന്നേൽ അത് ഒരു മീനായിട്ട് തന്നെ എടുക്കുക, അല്ല മുഴുത്തതാന്നേൽ ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തേച്ച് ഒരു ഇച്ചിരി കട്ടിങ്ങാനും വരുന്നോട്ടെ. ഇതിനകത്ത് ഞാൻ ഈ മീനിൻ്റെ തൊലിയൊന്നും വെച്ചിട്ടില്ല, പക്ഷേ എനിക്ക് തൊലി ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ തൊലി അങ്ങ് മാറ്റിയതാണ്. തൊലി വേണ്ട, അതാ നല്ലത്, കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. തൊലി വെക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആവും. ഇത് പക്ഷേ ഇച്ചിരി കട്ടിയുള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ ചെറിയ സിമ്മയിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഫസ്റ്റ്. സെക്കൻഡ് വൺ, ഇങ്ങനെ നമ്മൾ ബാറ്റർ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇത് നത്തോലി കുഞ്ഞുമീനൊക്കെ ചെയ്യാൻ ഒക്കുമെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരു പ്രയാസവും ഇല്ല, ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇച്ചിരി ഒരു എന്നാ പറയുക, ഈ ഒരു കഷ്ണം കൊണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴും കുഞ്ഞുമീൻ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴും കഴിക്കാൻ പോകുന്ന ആൾക്കാരുടെ ഒരു എക്സ്പ്രഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്നേരം നമ്മളോട് ആദ്യം ഇത് നോക്കി വെച്ച് ഇതെന്നാ എന്നുള്ളത് നമ്മളെ നോക്കും. അപ്പോൾ അതിനെക്കാട്ടിലും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല മീനെ ചെയ്യുക, ചെയ്തേച്ച് പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കഴിയുമ്പോൾ ഉണ്ടല്ലോ
അപ്പം എല്ലാവരും ചോദിക്കും അന്നുണ്ടാക്കിയില്ലേ മീൻ, അന്നേരം നമ്മൾ വലിയ ഡിമാൻഡിൽ പറയണം ആ നെമ്മീൻ ഉണ്ടേലേ ഒക്കത്തുള്ളെന്ന് പറയണം. അപ്പോൾ പറഞ്ഞു നെമ്മീനൊന്നും വേണ്ട, ഉള്ള മീൻ വെച്ച് ചെയ്ത് തരാൻ പറയുമ്പോൾ കുഞ്ഞു മീനയിലൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ, അല്ല ഇന്ന മീൻ വെച്ചേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഇതിന് നിയമമില്ല. നമ്മൾ പറഞ്ഞ ആ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ ഇത് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പല രീതിയിലായിട്ട് നമുക്ക് മീനിനെ വറുക്കാൻ നോക്കുവേ, എന്നും നമ്മൾ ചെയ്യുന്ന പോലെ അല്ല, ഒരു വ്യത്യാസമായിട്ട്. ഇതിനിപ്പോൾ അഥവാ നമ്മൾ പറഞ്ഞില്ലേ ഒരു ചായയുടെ കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ ഒരു കാര്യമേ ഉള്ളൂ, ഇതിനകത്ത് ഒത്തിരി ഉപ്പും പുളി എരിവും ഒന്നും പിടിക്കുകയല്ല, ഒരു സ്റ്റാർട്ടറായിട്ട് എടുക്കാനേ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ ഹോൾ ഫിഷായിട്ട് വേണ്ട, അതല്ല കുഞ്ഞു കുഞ്ഞു ക്യൂബ്സായിട്ട് ഉണ്ടാക്കുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരുവേ, അത് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഇങ്ങനെ മീൻ ഇങ്ങനെ തന്നെ മുറിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു കുറ്റമായിട്ട് പറയും, തന്നെ മീൻ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്നത്, പിന്നെ നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അതിലൊക്കെ ഭേദം നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ആകൃതിയിൽ അവർക്ക് കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തേച്ചാൽ മതി.